ഹായ് എവരിവൺ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നും പിന്നീട് കോസ്റ്റ് ഓഫ് ഡെപ്റ്റും അതിന്റെ കാൽക്കുലേഷൻ റെഡീമബിൾ ആൻഡ് ഇറഡീമബിൾ ഡെപ്റ്റിന്റെ സെപ്പറേറ്റ് കാൽക്കുലേഷനും കുറച്ച് ക്വസ്റ്റ്യൻസും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റലും അതിന്റെ കാൽക്കുലേഷനെ കുറിച്ചുമാണ്. സോ നമുക്കിനി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ച് സംസാരിക്കാം. So, cost of preference share is the rate of return a company must pay to his preference shareholders. It represents the cost incurred by the company for raising funds through preference shares. So, നമ്മൾ already discuss ചെയ്തതുപോലെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ഒരു റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എ കമ്പനി മസ്റ്റ് പേ ടു ഹിസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി പേ ചെയ്യേണ്ട ആ ഒരു റിട്ടേൺ റേറ്റിനെയാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ഇറ്റ് റെപ്രസെന്റ് ദ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ കമ്പനി ഫോർ റേസിംഗ് ഫണ്ട് ത്രൂ പ്രിഫറൻസ് ഷെയർസ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു. കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ടാണ്. നമ്മളൊരു ഫണ്ട് എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു സോഴ്സ് വഴി നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് വരുന്ന ഒരു എക്സ്ട്രാ കോസ്റ്റിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെയാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. റെപ്രസെന്റ് ദ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ കമ്പനി ഫോർ റേസിംഗ് ഫണ്ട് ത്രൂ പ്രിഫറൻസ് ഷെയർസ്. നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്ത് അതുവഴി റേസ് ചെയ്യുന്ന ഒരു ഫണ്ട്, ആ ഒരു ഫണ്ട് റേസ് ചെയ്യുന്നത് വഴി കമ്പനിക്ക് വരുന്ന ഒരു കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. സോ ഇനി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്കറിയാം കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് തന്നെ ടു ടൈപ്സ് ഉണ്ട്. മീൻസ് പ്രിഫറൻസ് ഷെയർസ് തന്നെ ടു ടൈപ്സ് ഉണ്ട്. അതായത് റെഡീമബിൾ ആൻഡ് ഇറഡീമബിൾ. ലൈക്ക് നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേഷനിൽ പഠിച്ചതുപോലെ തന്നെ. ആൻഡ് റെഡീമബിളും ഇറഡീമബിളും തമ്മിലുള്ള ഡിഫറൻസും നമുക്ക് ഓൾറെഡി പറയുന്നുണ്ടായിരിക്കും. റെഡീമബിൾ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ എ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ് നമ്മളത് റെഡീം ചെയ്തെടുക്കും. ഇറഡീമബിൾ ആകുമ്പോൾ അതിനങ്ങനെ മെച്യൂരിറ്റി പീരീഡ് ഒന്നും ഉണ്ടായിരിക്കില്ല. സോ നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ വളരെ ഈസിയാണ് ഇതിന്റെ കാൽക്കുലേഷന് വേണ്ടിയുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസിന്റെ ആണ്. നമ്മൾ നേരത്തെ കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെപ്റ്റ് പഠിച്ച സെയിം ഇക്വേഷൻ തന്നെയാണ്. പിന്നെ ആ ഒരു ഡിഫറൻസ് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഡി പി, അതായത് പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. സോ കെ പി, അതായത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഈസ് ഇക്വൽ ടു ഡിവിഡൻഡ്, പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. നമ്മൾ നേരത്തെ പഠിച്ച കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെപ്റ്റിന്റെ സെയിം ഇക്വേഷൻ തന്നെയാണ്. ആകെയുള്ള ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് ഡിവിഡൻഡ് ആണ്. സോ ഇവിടെ ഐ എന്നുള്ള ഒരു ടേമിന് പകരം നമ്മളിവിടെ ഡിവിഡൻഡ്, പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ് കാണിക്കേണ്ടത്. ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയറും കോസ്റ്റ് ഓഫ് ഡിബഞ്ചറും അല്ല ഡെപ്റ്റും തമ്മിലുള്ള ഒരു ഇക്വേഷനിലുള്ള ആ ഒരു വ്യത്യാസം അതാണ്. ഇത് കേസ് 1. നമുക്കിനി കേസ് 2 നോക്കാം. കേസ് 2 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയറിന്റെ ആണ്. നേരത്തെ നമ്മൾ കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ് പഠിച്ച സെയിം ഇക്വേഷൻ തന്നെയാണ്. കെ പി ഈസ് ഇക്വൽ ടു, അതായത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഈസ് ഇക്വൽ ടു ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫറൻസ് ഡിവിഡൻഡ് പ്ലസ് ആർ വി, റെഡീമബിൾ വാല്യൂ മൈനസ് എൻ പി, നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. അതായത് ഇവിടെ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്തെടുക്കാൻ പറ്റും ആഫ്റ്റർ എ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ് ഓഫ് ടൈം. സോ എത്ര വർഷത്തിലേക്കാണ് ആ പ്രിഫറൻസ് ഷെയർ നമ്മൾ റെഡീം ചെയ്തെടുക്കുക, അതിനെയാണ് ഈ എൻ എന്നുള്ളത് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഓൾ ഡിവൈഡഡ് ബൈ ആർ വി റെഡീമബിൾ വാല്യൂ പ്ലസ് എൻ പി നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. വളരെ സിമ്പിൾ ആണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഓൾറെഡി പഠിച്ചവർക്ക് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ വളരെ ഈസി ആയിരിക്കും. ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് മറ്റൊരുത്ത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ് കാണിക്കുന്നത് എന്നുള്ളൂ. സോ നമ്മൾ ഓൾറെഡി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസും അതിന്റെ കാൽക്കുലേഷൻ ആവശ്യമായ ഇക്വേഷനും ഡിസ്കസ് ചെയ്തു. ഇനി അതിലെ ചില ടേംസ് ഒന്നും കൂടെ നിങ്ങളുടെ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു
ഇക്വേഷന്റെ ആ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡി പി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടായിരുന്നു. സോ ആ ടേം ഡിനോട്ട് ചെയ്യുന്നത് പ്രിഫറൻസ് ഡിവിഡൻഡിനെയാണ്. That means this is the fixed dividend paid to preference shareholders and it is usually expressed as a percentage of face value. അതായത് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. അവർക്ക് നമ്മൾ ഓരോ തവണയും റിട്ടേൺ കൊടുക്കണം. ആ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആയിരിക്കും. സോ ആ ഒരു ഡിവിഡൻഡിനെയാണ് ഇവിടെ പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഡി പി ഡിനോട്ട് ചെയ്യുന്നത്. സോ ഈ ഡിവിഡൻഡ് നമ്മൾ എപ്പോഴും ഫേസ് വാല്യൂവിന്റെ മുകളിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്ന ആ ഒരു ഡിവിഡൻഡ് അതിനെയാണ് ഡി പി നമ്മൾ ഇക്വേഷനിൽ കാണിച്ചിട്ടുള്ളത്. സോ നെക്സ്റ്റ് ടേം നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ്. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the amount the company actually receive after deducting issue expenses like underwriting and commission. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ ഇഷ്യൂ ചെയ്തു, അതിനുശേഷം കമ്പനിക്ക് ഇഷ്യൂ ചെയ്തത് ഇപ്പൊ 100 രൂപയാണ്, 100 രൂപേന്റെയാണ് ഇഷ്യൂ ചെയ്തത്. ദെൻ അതിനകത്ത് നമുക്ക് കുറച്ച് ഇഷ്യൂ എക്സ്പെൻസുകളൊക്കെ ഉണ്ടാവും, അണ്ടർ റൈറ്റിംഗ് ആൻഡ് കമ്മീഷൻ പോലെ ചില ഇഷ്യൂ എക്സ്പെൻസുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ലെസ് ചെയ്തതിന് ശേഷം കമ്പനിക്ക് ആക്ച്വലി റിസീവ് ചെയ്യുന്ന ഒരു എമൗണ്ടിനെയാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം നോക്കാം, ഫ്ലോട്ടേഷൻ കോസ്റ്റ്. These are costs incurred while issuing shares such as legal expense, legal fees and brokerage. So flotation cost എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഏതൊരു ഷെയറും ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില കോസ്റ്റുകൾ ഉണ്ടാവും. ലൈക്ക് ലീഗൽ ഫീസ്, ബ്രോക്കറേജ്, കമ്മീഷൻ, അതുപോലെ ചില കോസ്റ്റുകൾ ഉണ്ടാവും ആ ഒരു ഷെയറുമായിട്ട് ബന്ധപ്പെട്ട്. ആ ഒരു കോസ്റ്റുകളെ പറയുന്നതാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, റെഡീമബിൾ വാല്യൂ ആർ വി. നമ്മൾ ഇക്വേഷനിൽ യൂസ് ചെയ്യുന്ന ആർ വി, റെഡീമബിൾ വാല്യൂ. ദ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് അറ്റ് വിച്ച് ദ ഇഷ്യൂയിങ് കമ്പനി ബൈ ബാക്ക് ഹിസ് പ്രിഫറൻസ് ഷെയർസ് ഫ്രം ഇൻവെസ്റ്റേഴ്സ്. ഇറ്റ് ഇൻക്ലൂഡ് ദ ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർ പ്ലസ് എനി സ്പെസിഫൈഡ് റിഡംഷൻ പ്രീമിയം. സോ റെഡീമബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് ആണ്, അതായത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രൈസ് ആണ്. at which the issuing company buy back his preference shares from investors. അതായത് മുൻകൂട്ടി തീരുമാനിച്ച ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ആ ഒരു വാല്യൂ പ്രൈസിലായിരിക്കും നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്ത കമ്പനി ആ പ്രിഫറൻസ് ഷെയർസ് ആഫ്റ്റർ എ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ്, ഒരു നിശ്ചിത കാലയളവിന് ശേഷം ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നത്. ബൈബാക്ക് അല്ലെങ്കിൽ റെഡീം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് ഷെയർസ് തിരിച്ചു വാങ്ങുക. സോ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇഷ്യൂ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലോട്ടാണ്. മേ ബി 5 ഇയർ, 10 ഇയർ, അങ്ങനെ ഒരു കാലയളവിലോട്ട്. സോ ആ ഒരു കാലയളവിന് ശേഷം നമ്മുടെ കമ്പനി അത് അവരുടെ കയ്യിൽ നിന്ന് ബൈബാക്ക് തിരിച്ചു വാങ്ങും, റെഡീം ചെയ്യുക, റെഡീം ചെയ്തെടുക്കുന്നുണ്ടാവും. സോ അങ്ങനെ റെഡീം ചെയ്യുമ്പോൾ എത്ര പ്രൈസിന് വേണം അത് റെഡീം ചെയ്യാന്നുള്ളത് ഓൾറെഡി നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വാല്യൂവിനെയാണ് റെഡീമബിൾ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ റെഡീമബിൾ വാല്യൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക ഒന്ന് ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർ. ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മളൊരു പ്രിഫറൻസ് ഷെയർ ഇപ്പൊ 100 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രിഫറൻസ് ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹100 ആയിരിക്കും. ഇനി റെഡീം ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്ലസ് എനി സ്പെസിഫൈഡ് റിഡംഷൻ പ്രീമിയം, നമുക്ക് അതിന്റെ കൂടെ കുറച്ച് പ്രീമിയം എമൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇപ്പോ 100ന്റെ കൂടെ ഒരു 10% കൂടെ ആഡ് ചെയ്ത് ഒരു 110 നമുക്ക് തിരിച്ചെടുക്കാം. സോ ഇതാണ് റെഡീമബിൾ വാല്യൂ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവുന്ന ഒരു ഡൗട്ട് ആയിരിക്കാം. ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ അഡ്ജസ്റ്റഡ് ഫോർ ടാക്സ് ലൈക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്? നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസും ഇക്വേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം. ഇത് നമ്മൾ KD കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - T ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ആയിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ KP, നമ്മൾ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ആണ് ചെയ്യുന്നത്. പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്രിഫറൻസ് ഡിവിഡൻഡിൽ ടാക്സ് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നതാണ് ക്വസ്റ്റ്യൻ. സോ എന്താണ് അതിനുള്ള ആൻസർ നോക്കൂ.
No, preference dividend are paid out of after tax profit, അതായത് appropriation of profit. So they do not provide any tax shield or tax savings to the company, unlike debt interest, which is tax deductible expense. സോ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രിഫറൻസ് ഡിവിഡൻഡ്, അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡ് നമ്മൾ പേ ചെയ്യുന്നത് ഔട്ട് ഓഫ് ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് ആണ്. ഈ ഒരു ടേം ആണ് നിങ്ങൾ അതിന് ഉള്ള ആൻസർ. ഔട്ട് ഓഫ് ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ്, അതായത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. അതായത് നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ്, നമുക്ക് കൊമേഴ്സ് സ്റ്റുഡൻസിന് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് എപ്പോഴും പേ ചെയ്യുന്നത് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. അതായത് പാറ്റിൽ നിന്നായിരിക്കും, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. സോ ആഫ്റ്റർ ടാക്സ്, അതായത് ടാക്സ് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് പേ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ദേ ഡു നോട്ട് പ്രൊവൈഡ് എനി ടാക്സ് ഷീൽഡ് ഓർ ടാക്സ് സേവിംഗ് ടു ദ കമ്പനി. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇത് നമ്മുടെ കമ്പനിക്ക് യാതൊരു തരത്തിലുള്ള ടാക്സ് സേവിങ്സും കൊടുക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റിന്റെ അവിടെ 1 - T ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ പ്രിഫറൻസ് ഡിവിഡൻഡിന്റെ സ്ഥലത്ത് നമ്മൾ ടാക്സ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് അല്ല. കാരണം നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അതായത് ടാക്സ് അഡ്ജസ്റ്റ് ചെയ്ത പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. സോ ഇനി ഓൾറെഡി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത ഒരു പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ എഗെയിൻ നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതാണ് ഇതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഓൾറെഡി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്താണ്, അതിന്റെ കാൽക്കുലേഷൻ പാർട്ട്, റെഡീമബിൾ ആൻഡ് ഇറഡീമബിൾ ഇക്വേഷൻസ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയറിന്റെ ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. സോ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. എ കമ്പനി ഇഷ്യൂസ് 1000 10% preference shares of ₹100 each at a discount of 5%. Cost of raising capital ₹2000. Calculate cost of preference shares. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. കമ്പനി ഇഷ്യൂസ് 1000 10%, അതായത് കമ്പനി ഇഷ്യൂ ചെയ്തു 1000 10% പ്രിഫറൻസ് ഷെയർസ്, 10% preference shares of ₹100 each at a discount of 5%. ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളത് 5% ആണ്. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആണ്, ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഡിസ്കൗണ്ടിലാണ്. സോ എന്താ നീ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അറ്റ് ഡിസ്കൗണ്ടിലാണ്. ദെൻ കോസ്റ്റ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2000 ആണ്. സോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് പ്രിഫറൻസ് ഷെയർസിന്റെ കാൽക്കുലേഷനിൽ തന്നെ നിങ്ങൾക്കറിയാം ഇതിൽ റെഡീമബിൾ ഉണ്ടാവും, ഇറഡീമബിൾ ഉണ്ടാവും. സോ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഇത് റെഡീമബിൾ ആണോ ഇറഡീമബിൾ ആണോ എന്നുള്ളതാണ്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് ഇതിനകത്ത് റിഡംഷനെ കുറിച്ച് യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. സോ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് മനസ്സിലായി എന്ത്, ഇത് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്, ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. സോ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് നമ്മൾ ഇത് ഏത് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആണെന്നുള്ളത് നോക്കി. ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. KP, that means cost of preference share is equal to preference dividend DP divided by NP net proceeds. Then നമ്മൾ KP കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർസെന്റേജ് ഫോമിൽ ആയതുകൊണ്ട് തന്നെ ഇൻറ്റു 100 കൂടെ കൊടുക്കുന്നു. സോ അപ്പൊ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ടേംസ്, അതായത് ഇക്വേഷനിലോട്ട് ആവശ്യമായിട്ടുള്ള ടേംസ് ഇനി കണ്ടെത്തുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതായത് പ്രിഫറൻസ് ഡിവിഡൻഡ് കണ്ടെത്തണം, NP നെറ്റ് പ്രൊസീഡ്സും കണ്ടെത്തണം. ഇനി നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂഡ്, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് നമുക്ക് മനസ്സിലായി 1000 10% പ്രിഫറൻസ് ഷെയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 10% പ്രിഫറൻസ് ഷെയർസ് എത്ര എണ്ണം ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, 1000. ഇനി ഓരോ പ്രിഫറൻസ് ഷെയറിന്റെയും ഫേസ് വാല്യൂ, അതായത് ഒരു പ്രിഫറൻസ് ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100. സോ 1000 പ്രിഫറൻസ് ഷെയർസ്
ഒരെണ്ണത്തിന്റെ വാല്യൂ 100. സോ 1000 into 100 എന്ന് പറയുമ്പോൾ ടോട്ടൽ കമ്പനിക്ക് കിട്ടിയത് എത്രയാണ്? 1 lakh. അതായത് 1000 പ്രിഫറൻസ് ഷെയർസ് 100 രൂപയ്ക്ക് കൊടുത്തത് വഴി കമ്പനിക്ക് കിട്ടിയ ഫണ്ട് എന്ന് പറയുന്നത് 1 lakh ആണ്. ഇനി നെക്സ്റ്റ് നോക്കൂ, ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ എന്താ ശ്രദ്ധിക്കണം, ഇവിടെ 1000 എന്ന് ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ 1000 into 100 ചെയ്തിരിക്കുന്നത്. ഇനി ഡിവിഡൻഡിന്റെ പാർട്ട് നോക്കൂ, നമുക്ക് കിട്ടിയ 1 lakh. ഈ 1 lakhല് 10% ഡിവിഡൻഡ് ആണ്. നമ്മളോട് ഓൾറെഡി പറഞ്ഞു 10% പ്രിഫറൻസ് ഷെയർസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഡിവിഡൻഡ് കാൽക്കുലേഷനിൽ ആ കിട്ടിയ 1 lakh, നമുക്ക് കിട്ടിയ 1 lakh into 1000 ചെയ്തു. ദാറ്റ് ഈസ് 10,000. അതല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഒരു പ്രിഫറൻസ് ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 100. ദെൻ ആ 100 into 10% ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 10 തന്നെയാണ് വരിക. ദെൻ നമുക്കപ്പോ ഒരു പ്രിഫറൻസ് ഷെയറിന്റെ ഫേസ് വാല്യൂ 100, അതിന്റെ 10% ആണ് ഡിവിഡൻഡ്. ദാറ്റ് മീൻസ് 10 ആണ് നമ്മുടെ ഡിവിഡൻഡിന്റെ വാല്യൂ വരുന്നത്. ദെൻ അങ്ങനത്തെ എത്ര പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തു? 1000 പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തു. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് റിസീവ്ഡ്, ഡിവിഡൻഡ് എത്രയായിരിക്കും? 10,000. ഈ ഒരു രീതിയിലും നമുക്കത് കാൽക്കുലേറ്റ് എടുക്കാം. പക്ഷെ അതിനേക്കാളും സിമ്പിള് ഈ സ്ക്രീനിൽ കാണിച്ചതല്ലേ, നമ്മൾ ഓൾറെഡി ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അതിന്റെ 10% നമ്മൾ എടുക്കുന്നു. അപ്പൊ നമുക്ക് ഡിവിഡൻഡ് എന്ത് കിട്ടി? 10,000 കിട്ടി. ദെൻ നെക്സ്റ്റ് എന്താണ്? ഡിസ്കൗണ്ട്. അതും ഇതേമാതിരി ടോട്ടൽ എമൗണ്ട് റിസീവ് ചെയ്തത് 1 lakh. ആ 1 lakhന്റെ 5% എടുത്തു കഴിഞ്ഞാൽ 5,000. ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2000 ആണ്. കോസ്റ്റ് ഓഫ് റേസിംഗ് ക്യാപിറ്റലിനെ നമ്മൾ ഒറ്റ ടേമിൽ എങ്ങനെ പറയാം? ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ദാറ്റ് ഈസ് 2000. ഇനി നെക്സ്റ്റ് എന്താണ്? നമ്മുടെ ഇക്വേഷനിൽ ആവശ്യമായിട്ടുള്ള എന്താണ്? നെറ്റ് പ്രൊസീഡ്സ്. ആ നെറ്റ് പ്രൊസീഡ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അറ്റ് ഡിസ്കൗണ്ടിലാണ്. വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, നെറ്റ് പ്രൊസീഡ് ഈസ് കാൽക്കുലേറ്റഡ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫേസ് വാല്യൂ മൈനസ് ഡിസ്കൗണ്ട് മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh. സോറി, ഫേസ് വാല്യൂ എന്നല്ല, ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് അത് 1 lakh ആണ്. ദെൻ മൈനസ് ഡിസ്കൗണ്ട് എത്ര വരുന്നത്? ഒരു ടോട്ടൽ എമൗണ്ടിന്റെ ഫോർമുലാട്ടോടെ എടുക്കേണ്ടത്. അപ്പൊ 1 lakh മൈനസ് ഡിസ്കൗണ്ടിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 5,000 മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റിന്റെ റുപ്പീസ് തന്നിട്ടുള്ളത് 2000. സോ അതെല്ലാം കൂടെ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 93,000. സോ ഇത്രയാണ് നെറ്റ് പ്രൊസീഡ്സ്. സോ നമ്മുടെ ഇക്വേഷനിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഫിഗേഴ്സും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്കത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. സോ എന്താ നോക്കൂ, പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ് വരുന്നത്? 10,000. അത് എഴുതുക, 10,000 ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? 93,000 ഇൻറ്റു 100. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? കെ പി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10.75%. 10.75%. സോ ഇതാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഇക്വേഷൻ കാണാണ്ട് പഠിക്കുക എന്നുള്ളതാണ് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി. കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. സോ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഓരോ ടേംസും ഡി പി കണ്ടെത്തുക, പിന്നെ നെറ്റ് പ്രൊസീഡ്സ് കണ്ടെത്തുക. നെറ്റ് പ്രൊസീഡ്സ് കാണുന്ന സമയത്ത് നമ്മൾ നോക്കണം ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ടിലാണോ, ഇഷ്യൂ എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ. ഇത്രയും കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് ഇനി ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A company issue 10,000 10% preference shares of rupees 100 each, redeemable at a premium of 5% after 10 years. Cost of issue is rupees 2 per share. Calculate cost of preference shares. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു കമ്പനി ഉണ്ട്, അവർ ഇഷ്യൂ ചെയ്തു 10,000 10% പ്രിഫറൻസ് ഷെയർസ്. അതായത് ഇഷ്യൂ ചെയ്ത പ്രിഫറൻസ് ഷെയർസിന്റെ എണ്ണം എന്ന് പറയുന്നത് 10,000 ആണ്. ദെൻ ഡിവിഡൻഡിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 10%. ദെൻ ഒരു പ്രിഫറൻസ് ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്, റുപ്പീസ് 100 ഈച്ച്. ഇനി റെഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 5% ആഫ്റ്റർ 10 ഇയേഴ്സ്. അതായത് ഇഷ്യൂ ചെയ്ത പ്രിഫറൻസ് ഷെയർസ് ഇവര് റെഡീം ചെയ്യുന്നതായിരിക്കും. എപ്പോഴാണ് റെഡീം ചെയ്യുന്നത്? ആഫ്റ്റർ 10 ഇയേഴ്സ്, 10 വർഷങ്ങൾക്ക് ശേഷം റെഡീം ചെയ്യുന്നതാണ്.
റെഡീം ചെയ്യുന്ന സമയത്ത് ഒരു പ്രീമിയം ആയിട്ട് ഒരു 5% കൂടെ ഇവർ എക്സ്ട്രാ കൊടുക്കുന്നതായിരിക്കും. ദെൻ കോസ്റ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ₹2 per share. അതായത് ഓരോ ഷെയറിന് മുകളിലും 2 രൂപ വെച്ചിട്ടാണ് ഇവർക്ക് ഇഷ്യൂ എക്സ്പെൻസ് അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരുന്നത്. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അറ്റ് പാറിലാണ്. പാറിലാണ് ഇവർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ബട്ട് ഇവര് റെഡീം ചെയ്യുന്നത് എങ്ങനെയാണ്? റെഡീം ചെയ്യുന്നത് അറ്റ് പ്രീമിയത്തിലാണ് ഇവര് റെഡീം ചെയ്യുന്നത്. പ്രീമിയം. സോ ഇവിടെ റെഡീം ചെയ്യുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ പ്രിഫറൻസ് ഷെയർ ഏത് ടൈപ്പ് പ്രിഫറൻസ് ഷെയർ ആയിരിക്കും? റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ് ഇവിടെ ഉള്ളത്. സോ നമുക്ക് മനസ്സിലായി ഇത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണെന്ന്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഇക്വേഷൻ, അതായത് കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് എഴുതുക. ദാറ്റ് ഈസ് KP, കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഈസ് ഇക്വൽ ടു പ്രിഫറൻസ് ഡിവിഡൻഡ് പ്ലസ് റെഡീമബിൾ വാല്യൂ മൈനസ് നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡഡ് ബൈ N, all divided by RV plus net proceeds divided by 2. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ കാണാനുള്ള ഇക്വേഷൻ. ഇനി ഇതിലെ ഓരോ ടേംസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അതിനു വേണ്ടി ക്വസ്റ്റ്യൻ വീണ്ടും വായിച്ച് ഓരോ ടേംസ് കണ്ടെത്താം. നോക്കൂ, നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂഡ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 10,000 പ്രിഫറൻസ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇനി ഓരോ പ്രിഫറൻസ് ഷെയറിന്റെയും ഫേസ് വാല്യൂ തന്നിട്ടുണ്ട് ₹100 ഈച്ച്. അങ്ങനെയാണെങ്കിൽ 10,000 പ്രിഫറൻസ് ഷെയർസ്, ഓരോ പ്രിഫറൻസ് ഷെയറിനും 100 രൂപ വെച്ച് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 10,000 into 100, that is 10 lakh. അപ്പൊ നമുക്ക് ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് കിട്ടി. ഇനി എത്രയാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരിക? നമ്മുടെ 10 ലാഖിന്റെ 10%, ദാറ്റ് ഈസ് ₹1 lakh. ഇനി എന്താണ്? പ്രീമിയം ഉണ്ട്. റെഡീം ചെയ്യുന്നത് ആഫ്റ്റർ 10 years ദ പ്രിഫറൻസ് ഷെയർസ് ഈസ് റെഡീം അറ്റ് എ പ്രീമിയം ഓഫ് 5% ആണ്. സോ പ്രീമിയം എമൗണ്ട് കണ്ടെത്തണ്ടേ? റെഡീമബിൾ വാല്യൂ കാണാൻ വേണ്ടി ആ പ്രീമിയം എമൗണ്ട് കണ്ടെത്തണം. സോ പ്രീമിയം എന്ന് പറയുന്നത് ഈ 10 ലാഖിന്റെ 5%, ദാറ്റ് ഈസ് 50,000. ഇനി എന്താ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്? കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഈസ് ₹2 per share. ഈ കോസ്റ്റ് ഓഫ് ഇഷ്യൂ, അതായത് ഇഷ്യൂ എക്സ്പെൻസ് അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് 10,000 ആണ് ഇഷ്യൂ ചെയ്ത ഷെയർസിന്റെ എണ്ണം. അതേ ഇൻറ്റു ₹2 ചെയ്യുമ്പോൾ 20,000 കിട്ടും. ഇത് ഇനി എന്തിനാ നമ്മൾ ചെയ്യുന്നത്? നെറ്റ് പ്രൊസീഡ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നെറ്റ് പ്രൊസീഡ്സ് എന്തായിരിക്കും? നമുക്ക് ടോട്ടൽ കിട്ടിയ എമൗണ്ട് 10 lakh, അതേ മൈനസ് ഈ എമൗണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ചെലവായ ഇഷ്യൂ എക്സ്പെൻസ് എത്രയാണ്? 20,000. സോ ബാലൻസ് 9,80,000 ആണ് നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ്. ഇനി നമ്മുടെ ഇക്വേഷനിൽ ഒരു ഐറ്റം കൂടെ കണ്ടുപിടിക്കാണ്ട്, ദാറ്റ് ഈസ് റെഡീമബിൾ വാല്യൂ. റെഡീമബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 10 വർഷത്തിന് ശേഷം ഈ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുന്ന സമയത്ത് കമ്പനി എത്ര കൊടുക്കണം? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അറ്റ് എ പ്രീമിയം ഓഫ് 5% ആണ്. അത് എത്ര? എന്താ ഫേസ് വാല്യൂ, അതായത് നമ്മൾ ഇപ്പൊ എടുത്ത 10 ലാഖിന്റെ കൂടെ പ്രീമിയം ആയിട്ട് ഒരു 5% കൂടെ ആഡ് ചെയ്യണം. നമ്മൾ അത് ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 50,000 ആണ്. സോ 10 lakh plus 50,000, that is 10,50,000. സോ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫിഗേഴ്സും നമ്മൾ കണ്ടെത്തിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇത് സോൾവ് ചെയ്താൽ മതി. സോ പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ് പറഞ്ഞിരുന്നത്? 1 lakh. 1 lakh ആണ് നമ്മുടെ പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്ലസ് റെഡീമബിൾ വാല്യൂ എത്രയാണ്? 10,50,000. റെഡീമബിൾ വാല്യൂ എന്ന് പറയുന്നത് 10,50,000 മൈനസ് നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ്? 9,80,000. 9,80,000 ഓൾ ഡിവൈഡഡ് ബൈ N എത്രയാണ്? അതായത് നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്മളിത് റെഡീം ചെയ്യുന്നത് ആഫ്റ്റർ 10 year ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആ 10 നമ്മളിവിടെ ചെയ്യുന്നു. ദെൻ ഇതൊരു സെപ്പറേറ്റ് കാൽക്കുലേഷൻ ആണ്. അതിനുശേഷമാണ് നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. സോ അതേ ഡിവൈഡഡ് ബൈ RV, ദാറ്റ് ഈസ് 10,50,000. 10,50,000 പ്ലസ് നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ്?
9,80,000 all divided by 2. ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് എത്ര വരിക? 1 lakh plus 10,50,000 minus 9,80,000 divided by 10 ചെയ്യണം. ചെയ്യുമ്പോൾ എത്ര വരും നമുക്ക്? 7,000. 10,50,000 minus 9,80,000 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 7,000 divided by 10,50,000 plus 9,80,000 divided by 2 ചെയ്യുമ്പോൾ എത്ര വരിക? 10,15,000. 10,15,000. സോ ഇത്രയും സോൾവ് ചെയ്യുക, അതിനുശേഷം ഇൻറ്റു 100 ചെയ്യുക. ആ സമയത്ത് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് കിട്ടും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10.54%. 10.54%. സോ ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. സിമ്പിൾ ആണ്. ഇക്വേഷൻ എഴുതിയതിനു ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫിഗേഴ്സ് നിങ്ങൾ ഇതുപോലെ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയുന്നതായിരിക്കും. സോ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനി ഇഷ്യൂ 1,000 7% preference shares of rupees 100 each at a premium of 10% redeemable after 5 years at par. Calculate cost of preference shares. Question വളരെ സിമ്പിൾ ആണ്. ഒന്നുകൂടെ വായിച്ചു നോക്കാം. A company issue 1,000 7% preference shares of rupees 100 each. അതായത് കമ്പനി ഇഷ്യൂ ചെയ്തു, 1000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തത്. 7% ആണ് ഡിവിഡൻഡിന്റെ പെർസെന്റേജ് വരുന്നത്, പ്രിഫറൻസ് ഷെയർസിന്റെ പെർസെന്റേജ്. ദെൻ ഒരു പ്രിഫറൻസ് ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹100 ആണ്. ഇനി ഇഷ്യൂ ചെയ്തത് എങ്ങനെയാണ്? അറ്റ് എ പ്രീമിയം ഓഫ് 10%. അതായത് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആണ്. ഇനി എന്താ പറയുന്നത്? റെഡീമബിൾ ആഫ്റ്റർ 5 years അറ്റ് എ പാർ. അതായത് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റെഡീം അറ്റ് പാർ. സോ കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്? ഒന്നാമത്തെ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, ഇഷ്യൂ എന്ന് പറയുന്നത് അറ്റ് പ്രീമിയം ആണ്, ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പ്രീമിയത്തിലാണ്. ദെൻ റെഡീം ചെയ്തിരിക്കുന്നതോ? റെഡീം ചെയ്തിരിക്കുന്നത് അറ്റ് പാറിലാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. സോ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ദെൻ നിങ്ങൾക്ക് ആ ഇക്വേഷനും ഓർമ്മയുണ്ടാവും. സോ നമുക്ക് ആ ഇക്വേഷനിലോട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം. നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ഞാൻ പറഞ്ഞു, 1000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തത്. ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹100. സോ 1000 ഷെയർസ് 100 രൂപയ്ക്ക് വെച്ച് വിൽക്കുന്ന സമയത്ത് ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് ₹1 lakh. ദെൻ ഇനി ഡിവിഡൻഡിന്റെ കാര്യം ഇത്രേ പറഞ്ഞിട്ടുള്ളത്, 10% ആണ് ഡിവിഡൻഡിന്റെ, 10 അല്ല 7% ആണ് പറഞ്ഞത്. സോ 1 lakh into 7%, 7,000. ദെൻ പ്രീമിയം പറഞ്ഞിട്ടുണ്ട്, പ്രീമിയത്തിലാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. സോ 1 lakhന്റെ 10% നമ്മൾ പ്രീമിയം ആയിട്ട് എടുക്കണം, ദാറ്റ് ഈസ് 10,000. ദെൻ റെഡീം ചെയ്യുന്നത് ആഫ്റ്റർ 5 yearsനാണ്. സോ n എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷന് ആവശ്യമായിട്ടുള്ള n കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 5 years. ദെൻ നെറ്റ് പ്രൊസീഡ്സ്, അതായത് നമ്മളിപ്പോ ഇഷ്യൂ ചെയ്ത് നമുക്ക് കയ്യിൽ എത്ര കിട്ടുന്നു. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഷ്യൂ അറ്റ് പ്രീമിയം ആണ്. പിന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റോ അല്ലെങ്കിൽ ഇഷ്യൂ എക്സ്പെൻസിനെ കുറിച്ച് ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല ക്വസ്റ്റ്യനിൽ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്യൂ അറ്റ് പ്രീമിയം ആകുമ്പോൾ നെറ്റ് പ്രൊസീഡ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം, അതായത് നമുക്ക് കിട്ടിയ ടോട്ടൽ എമൗണ്ട് 1 lakh പ്ലസ് നമ്മുടെ പ്രീമിയം എമൗണ്ട് 10,000. സോ ടോട്ടൽ ₹1,10,000 ആണ് നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ്. ഇനി ലാസ്റ്റ് റെഡീമബിൾ വാല്യൂ, നമ്മൾ റെഡീം ചെയ്യുന്നത് പാറിലാണ്. നമ്മൾ പാറിൽ തന്നെ റെഡീം ചെയ്യുമ്പോൾ എത്ര കൊടുത്താൽ മതി? ആ 1 lakh തന്നെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ റെഡീമബിൾ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 lakh. സോ നമ്മുടെ ഇക്വേഷൻ എന്താ നോക്കൂ. KP is equal to, അതായത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ is equal to ഡിവിഡൻഡ് പ്രിഫറൻസ്, അതായത് പ്രിഫറൻസ് ഡിവിഡൻഡ് പ്ലസ് റെഡീമബിൾ വാല്യൂ മൈനസ് നെറ്റ് പ്രൊസീഡ് ഡിവൈഡഡ് ബൈ n all divided by RV plus NP divided by 2. സോ ഈ ഇക്വേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫിഗേഴ്സും നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നേരിട്ട് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. സോ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരിക?
ഡിവിഡൻഡ് പ്രിഫറൻസ് നോക്കൂ. പ്രിഫറൻസ് ഡിവിഡൻഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 7,000 ഈക്വൽ ടു 7,000 ആണ്. ദെൻ പ്ലസ് റെഡീമബിൾ വാല്യൂ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് 1 lakh. 1 lakh മൈനസ് നെറ്റ് പ്രൊസീഡ് 1,10,000 ഡിവൈഡഡ് ബൈ എന്ന് പറയുന്നത് 5 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 1 lakh പ്ലസ് 1,10,000 ഡിവൈഡഡ് ബൈ 2. ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഈ 1 lakh മൈനസ് 1,10,000 ഡിവൈഡഡ് ബൈ 5 ഈ ഒരു പാർട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. സോ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 7,000 പ്ലസ് മൈനസ് 2,000. ഇത് അവിടെ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മൈനസ് ഫിഗർ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ബ്രാക്കറ്റിൽ സെപ്പറേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റിൽ ഇട്ടത്. അപ്പൊ 7,000 പ്ലസ് മൈനസ് 2,000 ഡിവൈഡഡ് ബൈ 1,05,000 ഇൻറ്റു 100. ഇതാണ് നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക. ഇനി എഗെയിൻ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക? 7,000 പ്ലസ് മൈനസ് 2,000 എന്നുള്ളത് 5,000 കിട്ടും. ഡിവൈഡഡ് ബൈ 1,05,000 ഇൻറ്റു 100. സോ നമ്മുടെ ഫൈനൽ ആൻസർ എത്രയായിരിക്കും? 4.76%. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസിന്റെ വരുന്നത് 4.76%. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ്.